സൈഫുന്നിസ വീണ്ടും ബോബി ചെമ്മണ്ണൂർ മാപ്പ് അപേക്ഷിക്കുകയാണ്. കോടതി നടപടികൾ തുടങ്ങുമ്പോൾ വീണ്ടും മാപ്പ് അപേക്ഷിക്കുന്നു. അല്പം മുമ്പ് നമ്മളോട് പ്രതികരിക്കുമ്പോൾ തന്റെ വാക്കുകൾ തെറ്റായി എടുത്തെങ്കിൽ അതിന് ഖേദം എന്ന് പറയുമ്പോഴും താൻ പറഞ്ഞത് തെറ്റല്ല, നല്ല അർത്ഥത്തിൽ പറഞ്ഞു എന്ന വാദം അയാൾ ആവർത്തിക്കുന്നുണ്ട്. കോടതി ഇതൊക്കെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് വിവരങ്ങൾ? സ്മൃതി, രാവിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്തതിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ നിലപാട് നേരത്തെ നമ്മളോട് തിരുത്തുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത്. ഇത് തന്നെയാണ് കോടതിയിലും പറയുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കോടതി ആദ്യം തന്നെ വിമർശനം നടത്തിക്കൊണ്ട് തന്നെയാണ് കേസ് ഹർജി പരിഗണിക്കാൻ എടുത്തത്. രാവിലെയും ഇതേ വിമർശനങ്ങൾ ആവർത്തിച്ചിരുന്നു. ഉച്ചയ്ക്കും ഈ വിമർശനങ്ങൾ തുടരുകയാണ്. പല ചോദ്യങ്ങളാണ് അഭിഭാഷകനോട് കോടതി ചോദിക്കുന്നത്. ഇതിൽ പ്രധാനം ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് എന്താണ് എന്നാണ്. എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല എന്നുള്ളതാണ്. കാരണം 4 മണിക്ക് ഈ ഓർഡർ വരുന്നു, 4:45 മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒപ്പിട്ട് നാടകമാണ് കളിച്ചതെന്ന് കോടതി ആവർത്തിക്കുമ്പോൾ തടവുകാർക്കൊപ്പം ജയിലിൽ ആസ്വദിക്കട്ടെ, ഇനിയും കിടക്കട്ടെ തടവിൽ എന്നുകൂടി കോടതി പറയുകയാണ്. വളരെ ശക്തമായ പ്രതികരണങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നു. വിചാരണ 1 മാസത്തിനകം തീർക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. തടവുകാർക്കൊപ്പം ജയിലിൽ ആസ്വദിക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും ജയിലിലേക്കാണോ ബോബി ചെമ്മണ്ണൂർ എന്ന സംശയം വരികയാണ്. ഹൈക്കോടതിക്ക് രോഷമുണ്ട്. ഹൈക്കോടതി നേരത്തെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ചയാണ്. ഇപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ കാണുന്നത് നാടകം കളിച്ചു, കോടതിയെ അപമാനിച്ചു എന്ന തോന്നലാണ് കോടതിക്കുണ്ടായിരിക്കുന്നത്. സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ വളരെ കൃത്യമായ നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ കോടതിയെ അപമാനിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ള തോന്നലാണ് കോടതിക്കുണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി അതിരൂക്ഷമായ പ്രതികരണങ്ങൾ തുടങ്ങുമ്പോൾ അങ്ങനെയെങ്കിൽ ജയിലിൽ അങ്ങ് തുടരട്ടെ എന്ന് കോടതി പറയുകയാണ്. ജയിൽ തടവുകാർക്കൊപ്പം ജയിൽ ആസ്വദിക്കട്ടെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി എന്ന് കോടതി പറയുമ്പോൾ അതിലേക്ക് നയിച്ചത് ബോബി ചെമ്മണ്ണൂറിന്റെ നടപടികൾ തന്നെയാണെന്നുള്ളതാണ്. കോടതി പല തവണയായി ആവർത്തിക്കുന്നു, നാടകം കളിച്ചു ബോബി ചെമ്മണ്ണൂർ എന്ന്. ബോബി ജയിൽ ആസ്വദിക്കട്ടെ എന്ന് കോടതി വീണ്ടും പറയുകയാണ്. അതിശക്തമായ പ്രതികരണങ്ങൾ കോടതിയിൽ നിന്ന് വരുമ്പോൾ വീണ്ടും ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്കാണോ എന്ന സംശയമുയർത്തുന്ന രീതിയിൽ കോടതിയുടെ പ്രതികരണങ്ങൾ വരുന്നു. ഇന്നലെ കോടതി ഉത്തരവ് ജയിലിലെത്തിക്കാൻ വൈകി എന്ന അഭിഭാഷകൻ പറയുമ്പോൾ അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇന്നലെ ഉത്തരവ് എത്തിക്കാനായില്ല എന്ന അഭിഭാഷകൻ പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യം കോടതിയിൽ നിന്ന് വരും. അതിൽ കൃത്യമായ മറുപടി അഭിഭാഷകന് നൽകാനാകുമോ എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് കാക്കനാട് ജയിലിലെത്തിക്കാൻ എന്താണ് ഇത്ര താമസം എന്നുള്ളത് സ്വാഭാവികമായും കോടതിക്ക് ചോദിക്കാവുന്നതാണ്. ആ ചോദ്യം കോടതിയിൽ നിന്ന് ഉണ്ട്. അതുകൊണ്ടാണ് കോടതി പറയുന്നത് നാടകമാണ് കളിച്ചത് എന്ന്. ആ നാടകത്തിൽ ഹൈക്കോടതിയോട് കളിക്കരുത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വിശദീകരണം നൽകാൻ സീനിയർ അഭിഭാഷകൻ ഹാജരാകേണ്ടേ എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രസ്താവനയും കോടതി ചൊടിപ്പിച്ചിരിക്കുന്നു. എന്ത് പ്രസ്താവന നടത്തി? കോടതി എല്ലാം നോക്കുന്നു, കോടതി എല്ലാം നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. കോടതി ജയിലിൽ കിടന്ന ശേഷം ബോബി ചെമ്മണ്ണൂറിന് നിലപാട് മാറ്റമുണ്ടായോ എന്നുള്ളത് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതില്ല എന്നുള്ളതാണ് കോടതിക്ക് വ്യക്തമായിരിക്കുന്നത്. 1:45 ബോബി ചെമ്മണ്ണൂർ കാര്യങ്ങൾ വിശദീകരിക്കണം. വാർത്താ സമ്മേളനം നടത്താൻ ബോബി ചെമ്മണ്ണൂർ യഥാർത്ഥത്തിൽ ഇപ്പോൾ സാധിക്കില്ല എന്നുള്ളതാണ്. 1:45 കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എന്ത് പ്രസ്താവന നടത്തിയെന്നാണ് കോടതി ചോദിക്കുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് അവിടെ റിമാൻഡ് തടവുകാർ 1026 റിമാൻഡ് തടവുകാർ അവരുടെ നീതി നിഷേധിക്കപ്പെട്ട കാര്യം തന്നെ ബോധ്യപ്പെടുത്തി, അപ്പോൾ അവർക്ക് വേണ്ടി താൻ തുടർന്നു എന്ന വാദമാണ് പറഞ്ഞത്. പിന്നീട് റിപ്പോർട്ടറിനോട് പ്രതികരിക്കുമ്പോൾ അയാൾ നിലപാട് മാറ്റുന്നുണ്ട്. പക്ഷേ കോടതി അത് കണ്ടിരിക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കോടതി ഉത്തരവ്, കോടതി പറഞ്ഞതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊണ്ടു ബോബി ചെമ്മണ്ണൂർ എന്ന് കോടതി പരിശോധിക്കുന്നുണ്ട്. പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് ഹൈക്കോടതിക്ക് തോന്നുകയാണ്. കോടതിയോട് കളിക്കരുത്, ഹൈക്കോടതിയോട് കളിക്കരുത് എന്നാണ് ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദീകരണം നൽകാൻ സീനിയർ അഭിഭാഷകൻ ഹാജരാകേണ്ടേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സീനിയർ അഭിഭാഷകർ ഹാജരായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.